നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാം 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഓരോ പ്രവർത്തനങ്ങളായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് ദൃശ്യികാ വിവരൺ എന്ന പ്രവർത്തനമാണ് പരിചയപ്പെടേണ്ടത്. നാം സാധാരണയായി യാത്രകൾ പോകാറുണ്ട്. യാത്രകൾ പോകുമ്പോൾ അതിനിടയ്ക്ക് വച്ച് പല ദൃശ്യങ്ങളും നമ്മെ സന്തോഷിപ്പിക്കാറുണ്ട്, ചിലവ നമ്മെ ദുഃഖിപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ദൃശ്യങ്ങളെ വിവരിച്ച് എഴുതുന്നതാണ് ദൃശ്യികാ വിവരൺ. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ദൃശ്യികാ വിവരൺ ലിഖിയെ എന്ന ഒരു പ്രവർത്തനമുണ്ട്. നാം യാത്ര പോകുമ്പോൾ എവിടെ പോകുന്നു, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ അവിടെ എന്തൊക്കെ കണ്ടു, ഇതെല്ലാം വിവരിച്ചതിന് ശേഷം നമ്മൾ കണ്ട സംഭവത്തെക്കുറിച്ച് വിവരിച്ചെഴുതണം. ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിൽ ശീർഷക് ഹെഡിങ് ഉണ്ടായിരിക്കണം. സ്ഥാൻ കാ ഉല്ലേഖ് സ്ഥലത്തെക്കുറിച്ച് പറയണം. ജഗഹ് കി വിശേഷതായം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഘടനാ കാ വർണ്ണൻ പിന്നീട് സംഭവത്തെ വിവരിച്ചെഴുതണം. ഇനി നമുക്ക് പൊന്മുടിയിലേക്ക് യാത്ര പോയപ്പോൾ ഉണ്ടായ ഒരനുഭവത്തെക്കുറിച്ച് ഒരു കുട്ടി എഴുതിയിരിക്കുന്നു നോക്കൂ. पिछले साल मैं अपने परिवार के साथ पोन्मुडी गई. यह तिरुवनंतपुरम जिले का एक पर्यटक केंद्र है. बारिश के समय यहाँ जाने पर बहुत मज़ा आएगा. वन के बीच से यात्रा करने पर मन भर जाएगा. बर्फीली हवा हमें छूकर गुजरेंगे. वहाँ से आते समय हमने एक विशेष घटना देखी. सड़क पर एक कार से टकराकर एक छोटा बंदर नीचे गिरा. वह दर्द से तड़प रहा था. किसी ने भी उसकी ओर ध्यान नहीं दिया. तब वहां से एक औरत जा रही थी. वे मानसिक रूप से कुछ अस्वस्थ लगती थी. उन्होंने उस बंदर को तुरंत हाथों में ली. अपनी थैली से पानी का बोतल लेकर उसे पानी पिलाई. यह देखकर सब अचरज में पड़े. ഈ കുട്ടി പൊന്മുടിയിൽ നിന്നും തിരികെ വന്നപ്പോൾ ഉണ്ടായ ഒരനുഭവമാണ് പറയുന്നത്. വഴിയിൽ ഒരു കാർ തട്ടി ഒരു കുട്ടിക്കുരങ്ങൻ താഴെ വീണു. ആരും തന്നെ ആ കുട്ടിക്കുരങ്ങനെ ശ്രദ്ധിച്ചതേയില്ല. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സ്ത്രീ ഇത് കണ്ടു. ആ സ്ത്രീ മാനസികമായി അല്പം അസ്വസ്ഥതയുള്ള ഒരാളായിരുന്നു. എങ്കിൽ കൂടി അവർ ആ കുട്ടിക്കുരങ്ങിനെ എടുക്കുകയും തൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന വെള്ളക്കുപ്പി എടുത്ത് അതിന് വെള്ളം നൽകുകയും ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ച് എഴുതുമല്ലോ. കൂട്ടുകാരെ, ഇതോടുകൂടി 7ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ തീരുകയാണ്. ഇനി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതുകൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി 6ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളാണ് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങുന്നത്. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.